ഇതാണ് നമ്മളെ ബസൂക്ക ബസ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ബസൂക്ക ബസ്സിൽ ചെറിയൊരു പാവനൂർ തന്നെ ഇവിടെ കുറേ ബസ് കുറച്ചായി ബസ് ഇപ്പം ഓട്ടാറില്ല. അതുകൊണ്ട് നമ്മളെ ചെങ്ങായിന്റെ ബസ് തന്നെയാണ്. അന്ന് ഓട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നെയാണ്. അതിന്റെ പേര് ഷോർട്സിൽ എടുത്ത് നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ബസ്സിലാണ്. നമ്മളിപ്പോ കടവിന് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു ബസ് എടുത്തിട്ടേ മറ്റുള്ള സ്ഥലത്തെ പോലെയല്ല, നമുക്ക് ആർക്കും ഒന്നും ബസ് എടുത്തിട്ട് പെട്ടെന്ന് അപ്പുറം പോയിട്ട് അല്ല അങ്ങനെയല്ല ചുളൂരായിട്ട് അടക്കം പഠിക്കാനും വണ്ടിയൊന്നുമില്ല. അങ്ങനെ വണ്ടി ടൂറിസ്റ്റ് ബസ്സാട്ടെ. നമ്മൾ മുമ്പ് ഫുൾ വീഡിയോ കാണിച്ചിരി ബസ്സൂക്ക. അപ്പൊ വിസ്മയ പോയതല്ലേ? അപ്പൊ എന്തെങ്കിലും ട്രിപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്പറെല്ലാം കൊടുക്കാട്ടോ. നമ്മൾ ചെങ്ങായി ബസ് ഒന്ന് കാണിച്ചു തരാം. എനിക്കൊരു ഒരു ട്രിപ്പ് ഓട്ടാൻ വേണ്ടി ഒതുകൊണ്ട് അങ്ങനെ ഓടുന്നത് സൈഡിൽ കളിച്ചിരിക്കണം ഭയങ്കര ആശ. അതുകൊണ്ട് പണ്ടേ ബസ് എടുക്കുമ്പോ ഇങ്ങനെ ഞാൻ പോകുമ്പോ എന്തിനാണ്ട് ഹോസ്പിറ്റലിലെ കുട്ടീനെ കൊണ്ട് പോകുമ്പോ മുന്നിൽ ഇതുപോലെ ഓടുമ്പോ ഞാൻ സൈഡിലേക്ക് കയറിയിരിക്കും. ഭയങ്കര ഓർമ്മയുണ്ട്. ഇവിടെ കുട്ടീനെയും കൊണ്ട് മുന്നിലിരിക്കും. പിന്നെ എനിക്കൊന്നും കാണൂല. മറ്റേ കൂട്ടുകാരൻ ബസ് അപ്പൊ ആ ഒരു ഓർമ്മ കേട്ടോ. പുതുക്കോന്ന് ഒരു സാധനം ഉണ്ടാവും ബസ്സിന്. അതിപ്പോ ഇല്ല പിടിക്കുന്നല്ലേ ഡ്രൈവർമാർക്ക്. നമ്മളെ പാവന്നൂർ കടവ് പാലാട്ടോ. പാലായത് നല്ല മഴയേനു ഇന്ന് അല്ലേ? നല്ല മഴയായിരുന്നു കുറച്ച് ദിവസം. അതാ മഴക്കണ്ട വെള്ളം കണ്ട. അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് പൊന്തിക്കുന്നതാ സ്റ്റൈലാണ്. നമ്മൾ ചൂളിയാട്ട് എത്തിയട്ടാ. വലിയ എന്നാലും ഈ ബാക്കിൽ എങ്ങനെ തിരിയാ ബസ്സിന്റെ ഭയങ്കര എടുത്തെടുത്താവുമ്പോ അതിന്റെ ഒരു വേറെ ഇങ്ങോട്ട് വിശ്വാസം ചെയ്യുന്നുണ്ട്. ഈ ബസ് ചെറിയ ബസ് ഓടുന്ന പോലെയല്ല. ബസ് പറഞ്ഞാൽ വലിയ നീണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അല്ല അതിനോട് കരുതി വണ്ടി എങ്ങനെയാ റിവേഴ്സ് എടുക്കുക വെച്ചാൽ അതിന്റെ നീളവും വീതിയെല്ലാം നോക്കിയിട്ടാണല്ലോ. പറോ റൈസ് പറോ. ഇത് റൈസ്ക ക്യാമറ കണ്ട പാടില്ലേ? ഇങ്ങനെ മുഖം മൊത്തിട്ട് ബസ് പറഞ്ഞ കുറച്ച് വലിയതല്ലേ. അളവ് ചെറിയ വണ്ടി നാട്ടിലങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്ത റോഡാട്ടോ. നമ്മളൊരു ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ട് എടുത്തിയാണ് ബസ്. കുറച്ചു നാളായി ബസ് കൊണ്ടാണ്. എന്നാലും നമ്മൾ അർജന്റീന തോറ്റുപോയില്ലേ? അതങ്ങനല്ല, പണ്ടില്ലേ ആ ബൈക്ക് പോകുന്നതിന്റെ കാര്യത്തിലാണ്. ഒരിക്കൽ നിങ്ങളെ രാവിലെ പോകുമ്പോ മറ്റേ കേബിള് കഴുത്തിനോടിക്ക് പോയിട്ട് രാവിലെ മഴയായിട്ട് കൊമ്പൂട്ടിട്ട് കേബിൾ ഇങ്ങനെ റോഡിൽ ക്രോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ബസ്സിന് നല്ല മഴയും മറ്റേ മൊത്തം എല്ലാം ഇട്ടിട്ടുണ്ട്. സ്പീഡ് പോകുമ്പോ കേബിൾ ഇങ്ങനെ താണ് കിടക്കുന്നത് കണ്ടില്ല. കഴുത്തിനായി പോയി ബൈക്ക്. അവിടെയും ഞാൻ അങ്ങ് തെറിച്ച് വീണുപോയി. കാലെല്ലാം പൊട്ടി എല്ലാം. ബസ്സെല്ലാം എനിക്ക് ഏറ്റവും വിഷം എന്ന് പറഞ്ഞാൽ ഈ പണിക്കെല്ലാം പോകാൻ നിൽക്കുന്ന ആൾക്കാരല്ലോ രാവിലെ. അപ്പൊ അവർക്കൊന്നും പോകാൻ പറ്റണ്ടായി. ഞാൻ അവിടെ ലീവായ പാടെ അവരെല്ലാവരും ലീവായി. ആ നാട്ടിൽ നിന്ന് അതേ ബസ്സുള്ളൂ. അപ്പൊ ഭയങ്കര ഇതായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ ബസ്സിലെ ഡ്രൈവർമാരെ ക്ലീനർമാരെന്നെല്ലാം വന്നതല്ലേ ഹീറോസാണ്. ഹീറോ ഇങ്ങനെ അവരെ അവര് ക്ലീനർ നമ്മളോട് മിണ്ടിയാലല്ലോ ഇല്ലേ? അന്ന് അത് മതി വേറെ ഷോ ഒക്കെ. ഞാൻ അങ്ങനെ ഡ്രൈവർമാരെ കുറ്റം പറയുന്നില്ല. അതിന്റെ ബിജുവായിട്ടുള്ള ഭയങ്കര ഇതാണ് കേട്ടോ. എന്ന് വെച്ചാല് പിന്നെ എല്ലാരെയും നിർത്തിയിട്ടില്ലേ, അത് ഇന്ന സ്ഥലത്ത് ഇന്നയാൾ കയറാനുണ്ട്. അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ലേ? അത് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അത് നമ്മളെല്ലാരെയും ആ നാട്ടിലൊരു ബസ്സേ ഉള്ളൂ. വേറെ ബസ് അരമണിക്കൂറിലും കഴിഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ചോറെല്ലാം ഉണ്ടാക്കിയിട്ടില്ല ഓടുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളതാണ്
എല്ലാവരും അങ്ങനെ ചെയ്യണ്ട. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഈ ബസ്സിലുള്ള ഡ്രൈവർമാരും അതുപോലുള്ളവരെല്ലാം ഈ രാത്രിക്കില്ല സന്ധ്യ കഴിഞ്ഞിട്ട് വരുന്ന ലേഡീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ചവിട്ടി കൊടുത്താൽ എത്ര രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് എല്ലാവരും ഇല്ലേ അവരെ വീട് എവിടെയാ ആടെ നിർത്തി കൊടുക്കും എല്ലാവർക്കും. നമ്മളെ എന്റെ റോഡിൽ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമ്മ്യൂണിറ്റി ആരെങ്കിലും നിർത്താനുണ്ടെങ്കിൽ, കാരണം അത്ര പോലും ഞാൻ എല്ലാവരും എല്ലാ വീട്ടിലെടുക്കും. അവർക്ക് അറിയാം നിർത്തും, അവർ പറയുന്നും വേണ്ട ഇന്നവർ കയറിയിട്ടുണ്ടല്ലോ അപ്പൊ നിർത്തും. അത് നമുക്കറിയാം, കറക്റ്റായിട്ട് നമ്മൾ അടുത്തുമ്പോ നിർത്തി കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ പരിചയമില്ലാതെ ആരോഗ്യമാന്ന് വെച്ചിട്ട് രാത്രിക്കാണെങ്കിൽ നമ്മളെ ഈ കണ്ണാടി കണ്ടായില്ലേ ചില ആളെന്താക്കുന്ന അറിയാം, ഞാൻ കുറ്റം പറയുന്നില്ല, ചില ആളെന്താക്കുന്ന വെച്ചാൽ അവർക്ക് വേഗം ഓടി എത്തേണ്ടതുകൊണ്ട് അവർ വണ്ടി ഇളക്കും. പക്ഷെങ്കിൽ ആ ഒരു പെണ്ണുങ്ങള് ആണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാം, വണ്ടിക്കെല്ലാം കൈ നീട്ടിട്ട് വരാം. പക്ഷെ പെണ്ണുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. കണ്ടക്ടർ എപ്പം പറയും ഈ ലേഡീസ് എല്ലാം ടൗണിലേക്ക് പോകുമ്പോല്ലേ എല്ലാവരും നിർത്തണം. എന്റെ കണ്ടക്ടർമാരുണ്ട്, അവർ പ്രായമുള്ളവരാണ്, ഞാൻ പണിയെടുത്ത ദിവസം പ്രായമുള്ള ആദ്യം, പിന്നെ വന്നാലും ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരെ കുറ്റം പറയുന്നില്ല. എൻ്റെ ബസ് പണിയെടുത്തെല്ലാം കുറച്ച് പ്രായമുള്ളവരാണ്. അവർ അതിനടുത്ത് ആദ്യം പറഞ്ഞു വെച്ചാൽ നമ്മളെ ഈ ലേഡീസ് എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ടൗണിലെല്ലാം കണ്ടിട്ടാകുമ്പോൾ എങ്ങനെ അവർ നിർത്തിക്കാറുണ്ട്. അവർ രാവിലെ പോയതേക്കും, ചിലപ്പോൾ ബാത്റൂം സൗകര്യം വരെ ഇല്ലാണ്ട് നിൽക്കുന്നവരേക്കും. അവർ ചിലപ്പോൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം അതിനെ. അതുകൊണ്ട് എല്ലാവരും നിർത്തി കയറ്റിയിട്ട് മാത്രം, അത് മുതലാളിൻ്റെ ഓർഡറാണ് നിർത്തി കയറ്റി. അപ്പോൾ നമ്മളെ എല്ലാവരും പൊതുവെ അങ്ങനെ നമ്മളെ റൂട്ടിലെന്ന് പറയുന്ന എല്ലാ ബസ്സും അങ്ങനെ കേട്ടോ, എല്ലാവരും നിർത്തി കയറ്റിയിട്ട് പോകാറുള്ളൂ. ചുരുക്കം ചിലതെല്ലാം ടൈമിൽ കയറ്റി പോയിട്ട് നേരത്തെ പറഞ്ഞ ചൊറയാവുക നമ്മളിവിടെ പിടിയിടുന്ന് ചോദിക്കും. അതായത് ചോദിക്കേണ്ടി എന്നാൽ നാളെ ഒരാൾക്ക് അത് ഒരു സ്ഥലം അമ്മേനെ കൊളച്ചേരി നോക്കുന്നത് കാണുന്നുണ്ട്, ഇവർ സ്ഥിരമായിട്ട് വരുന്നതാണ് എല്ലാം. പക്ഷെങ്കിൽ നമുക്ക് അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ മൂപ്പര് നിർത്താണ്ട് വന്നു. ഞാൻ അന്നെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ചോദിച്ചു സംഭവം. പക്ഷെ ഇല്ലെങ്കിലേ നാളെയും അത് വേറൊരാൾക്ക് അനുഭവം ഉണ്ടായത്. വണ്ടി സൗകര്യമുള്ളവർക്ക് പോയി കൂട്ടാം. അടിപൊളിയായി കേട്ടാ. അങ്ങനെയല്ല, ബസ്സിലവര് ചിലവരെല്ലാം പറയും ഓടി ടൈം എത്തിക്കൽ പിന്നെ പാടില്ല പണിയാണ് ബസ്സിൽ ടൈം എത്തിക്കലും പരിപാടിയില്ല. അപ്പോൾ അതിനിടയ്ക്കെല്ലാം അങ്ങനെ പറ്റുന്നത് നമ്മളെ റൂട്ടിൽ പൊതുവെ കുറവാണ്. നീറ്റായിട്ടില്ല വരുന്നത് എല്ലാം ബസ്സിൽ ഞാനടക്കമുള്ള എല്ലാവരും. പറയാനാണ് ഈ പറഞ്ഞത്. ഇതാണ് ബസ്സിൻ്റെ ഉൾഭാഗം. ബസ്സൂക്ക നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് വീഡിയോ എടുത്തിനു ബസ്സിൽ. ഇതാ നമ്മളെ റേസ് ബൈ. നമ്മളിവരെ വീട്ടിൽ പോയ സമയത്ത് ഉപ്പയെല്ലാം കണ്ട സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേസ് ബൈ എന്തിൻ്റെ പരിപാടിയാണ്? മുന്നേ അന്ന് നീ വന്ന് വണ്ടി പോയി. അപ്പം അന്ന് കുറച്ച് റീൽ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾ വിളിച്ചു. കോട്ടയത്ത് നിന്ന് വിളിച്ചത്, കോട്ടയത്ത് നിന്നും പിന്നെ വിളിച്ചൊക്കെ ഓർമ്മയുണ്ട്. ചാലക്കുടി, ഈ ചാലക്കുടി നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ ലോക്കലോട് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരാന്ന് വണ്ടി, കണ്ണൂരിൽ വന്നിട്ട് ലോങ് വന്നിട്ട് എങ്ങനെ എടുക്കുമെന്നല്ല. അപ്പോൾ അവനോട് കണ്ണൂരിൽ പാസ് ചെയ്ത് വെച്ചു. പാസ് ചെയ്യുന്നതാണ്, പക്ഷെ ഇത്രയും ലോങ് ഒരു ട്രിപ്പ് എടുക്കാൻ പറ്റാതെ പറഞ്ഞു. അപ്പൊ അറിയില്ല. അപ്പൊ ഇതിൽ കണ്ടതാ, ഇൻസ്റ്റേ കണ്ടിട്ട് വിളിച്ചിട്ട് ചോദിച്ചാൽ വയനാട് പോകാൻ പോകണ്ടേ, വയനാട് പോയാൽ എല്ലാവരും കേൾപ്രോ ഈ ബസ് കാണിച്ചു തരാം. ഞാൻ ബസ്സിനെ പുറത്ത് കാണിച്ചു തരാം. നിരീക്ഷണം നേരത്തെ നമ്മളൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി വന്നേട്ടാ. ഷോർട്സ് കൊടുത്ത് അങ്ങനെ കുറച്ച് വണ്ടിയെല്ലാം ഒട്ടി സമാധാനം അതിന് തിരിച്ചു പോകുമെന്ന് നമ്മൾ അതിലെടുക്കുന്ന വണ്ടിയൊന്ന് പുറത്ത് കാണിച്ചു തരാം. നമ്മളെ നാട്ടിൽ തന്നെ വെച്ചിനേട്ടാ, നമ്മളെ വയലെല്ലാം കണ്ട. ഇതാ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ആയിട്ടാ. ഇവിടുന്ന് ലാസ്റ്റ് ക്രിക്കറ്റ് കളിച്ചാൽ നിരീക്ഷണം കണ്ടെന്ന് പറത്തിനിയെ. പക്ഷേ പറഞ്ഞു കൊടുക്കാം. വന്നിട്ടില്ല. ഇതാട്ടാ അച്ഛൻ്റെ വീട്. ഇതാട്ടാ എവിടെയുണ്ട് നിരീക്ഷണ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണേ. പണി കുടിയിലാകാനായി. കുടിയിൽ നമുക്ക് കാണാം. ഇതാ നമ്മളെ ഗ്രൗണ്ട്. എത്ര ആളുണ്ടാവുന്ന അറിയാം. നമ്മളെ വീട് വേണ്ടിയല്ല, നമ്മളെ വീട് ഇവിടെ വരും, അച്ഛൻ്റെ വീട് വരും, നിരീക്ഷണ വീട് വരും. എല്ലാം മുട്ടി 100 മീറ്റർ മാറ്റാം. ഇവിടുന്ന് നമുക്ക് ആടെ കാണാം. കൊന്നുമില്ല നിരീക്ഷണ വീട്ടിലെ തൊട്ടിപ്പുറത്ത് എൻ്റെ വീട് ഇടിങ്ങനെ 3 അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കാൻ വരുവേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ചപ്പ് കണ്ട അങ്ങ് മരം അതിനെല്ലാം പൊന്തിപ്പോയി മുട്ടിക്കഴിഞ്ഞാൽ ഔട്ടാണ്. ഒരുപാട് നിയമങ്ങളിലെ കളിയാണ്. അപ്പോൾ അവിടെ ഭയങ്കര രസമാണ്. വൈകുന്നേരം വരുക, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കൂട്ടൂല അത്രയ്ക്ക് ഇതാ. പിന്നെ ഇവിടെ അടുത്ത പുഴയാണ് നമ്മളെ പാവന്നൂരാണ് നമ്മളെ സ്ഥലം. ഇത് മയ്യിൽ ഇരിക്കൂറേക്ക് വന്ന റോഡ്, കണ്ണൂർ ഇരിക്കൂറേക്ക് വന്ന റോഡാണ്. ഇരിക്കൂർ ഇരിട്ടി അങ്ങനെ പോകും. ഈ ഭാഗത്ത് ശ്രീകണ്ഠപുരം വരുക, ഈ ഭാഗത്ത് മട്ടന്നൂർ എയർപോർട്ട് അങ്ങോട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ വെള്ളം കയറിയ സമയത്ത് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇതാട്ടാ. ഇവിടുന്ന് ചെടി വരയ്ക്കുന്നേരം നമ്മൾ കൈകാര്യം നേരിട്ട് പറഞ്ഞേ. ഓ ഇവൻ നിയമപരമായിട്ട് പോലീസായോണ്ട് ഇത് വളർത്തുന്നതാണ്. അല്ല ഇവന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് നമ്മളെ പേർക്ക് ഇവനായി ശരിയായിട്ടിരുന്നു. അല്ല ഒരു പരിചയം വരില്ല. ആരാണ് ഇട്ടത്? രാജുവേട്ടൻ. അല്ല ഇവൻ നട്ടിൻ്റെ കേട്ടാ മല്ലികയിലല്ലേ. ഇത് മല്ലിക കേട്ടാ, മറ്റേ മഞ്ഞ മല്ലിക. ആ മല്ലിക
ഇപ്പൊ റേസ് ബൈ നമ്മളെ ട്രിപ്പ് പറയാൻ പറഞ്ഞാ നമ്മള് സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകുന്നുണ്ടേ. സ്ട്രേഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞാല് അല്ല, ആ ഭാഗത്ത് ഞാൻ ഇപ്പൊ ഇല്ല. സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് അതായത് അത് പറഞ്ഞു കൊടുക്കാം. വെച്ചാല് നമ്മളെ ഇപ്പം പല സ്ഥലത്ത് നമ്മളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലെ പരിചയം ഇല്ലാത്തവര്, അപ്പൊ അങ്ങനെ കുറെ പരിചയമില്ലാത്തവർ കൂടിയിട്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നു. അതിൽ നമ്മളൊരു പരിചയക്കാരാകുന്നു, നമ്മളെല്ലാവരും കൂടി പരിചയക്കാരാകുന്നു. ആഗസ്റ്റ് 7-ാം തീയതി നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്. കണ്ണൂരിൽ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ നേരെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴിക്കുള്ളവർക്കെല്ലാം ഉണ്ടല്ലോ ആ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുക. കാരണം വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ബസ് പോകുമ്പോൾ ആ ഒരു റേറ്റിന് അങ്ങനെ പോയിട്ട് വരാൻ പറ്റും. അതിൻ്റെ പൈസയും കാര്യമെല്ലാം പറഞ്ഞോടാ. നമ്മളിപ്പം കൊടൈക്കനാലിൽ നമ്മൾ മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാ സൈറ്റ് സീയിങ് നമ്മൾ വൺ ഡേ ആണല്ലോ, അപ്പോൾ നമുക്ക് പറ്റുന്ന ഇടയ്ക്കെല്ലാം നമ്മൾ മാക്സിമം കാണിക്കും. അതിൻ്റെ അകത്ത് എൻട്രി ടിക്കറ്റ്, നമ്മൾ അവിടത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലെ എൻട്രി ടിക്കറ്റ്, ഇവിടുന്ന് പോയതിന് ശേഷം രാവിലെ നമ്മൾ ഫ്രഷപ്പ് കാര്യങ്ങൾ കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ ടിക്കറ്റ്, അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച്, നോൺ വെജ് ഉണ്ടാവും, വെജ് ഉണ്ടാവും, ലഞ്ച്. അതിനുശേഷം വീണ്ടും നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോകും. ലേക്ക് സൈഡ് ആടെ നമ്മൾ ഫുഡ് ഡിന്നർ, രാത്രിയിലെ ഡിന്നർ ഉണ്ട്, അതും വെജ് നോൺ വെജ് ഉണ്ട്. പിന്നെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് രാത്രി അവിടെ നിന്ന് തിരിക്കും. മോർണിംഗ് നമ്മൾ സൺഡേ മോർണിംഗ്. അതായത് ഇന്ന് ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് കയറിയാൽ ശനിയാഴ്ച ഫുൾ യാത്ര, ഞായറാഴ്ച രാവിലെ എത്തും. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ ഒരു തലേന്നും എല്ലാം ആയിട്ട് വരും. അപ്പോൾ ഇതിന് എത്രയും പൈസ വരുന്നുണ്ട്? 899 രൂപയാണ് ഇതിൻ്റെ ഒരാളെ ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ചാർജ് ഇല്ല. 5 വയസ്സിന് മേലോട്ടേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് സീറ്റ് വേണമെങ്കിൽ ഈ റേറ്റും, അല്ല ഭക്ഷണത്തിൻ്റെ മാത്രമാണ്. സീറ്റ് മടിയിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ പൈസയും എൻട്രി ടിക്കറ്റ് മാത്രമേ വേണം. കൽപ്പ കൺസൾട്ടിങ് തുടങ്ങിയ ശേഷമുള്ള കുറേ ഇങ്ങനെ പ്ലാനുകളുണ്ട് കേട്ടോ. കുറേ യാത്രകൾ നടത്തുന്നുണ്ട്. ഇപ്പം ഇടയിൽ നടത്തുന്നത് എല്ലാം പറയണം. ലക്ഷദ്വീപ്, മലേഷ്യ, വേൾഡിൽ എവിടെയും നടത്തുന്നത്. നമ്മളിപ്പം നിലവിലിപ്പോൾ ലക്ഷദ്വീപ്, മലേഷ്യ, പിന്നെ ഡൽഹി, ആഗ്ര, ഇതെല്ലാം നിലവിൽ ഓൾറെഡി ബുക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എവിടെ യാത്ര ചെയ്യണമെങ്കിലും കോൺടാക്ട് ചെയ്യുന്നത് അക്ഷയ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. അടുത്ത ഇപ്പോൾ ചെടി പരിശീലനം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓണല്ലേ വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് ഒരു ട്രിപ്പ് അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളെ സൂര്യകാന്തി തോട്ടമില്ലേ, സൂര്യകാന്തി, മല്ലിക, അതെല്ലാം ഉള്ള ഒരു തോട്ടത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ തോന്നലടാ. നമ്മളൊരു ട്രിപ്പ്, നമുക്ക് രണ്ടാമത് ഒരു ട്രിപ്പ് പോകാം എന്തായാലും. നമ്മളൊക്കെ കിട്ടുമല്ലോ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകാം എന്തായാലും. അപ്പോൾ എന്തായാലും ആരെങ്കിലും എല്ലാം ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ, നമ്പർ കൊടുക്കാം. പിന്നെ ഈ ബസ്സിലാണ് പോവുക. മാക്സിമം 49 ആൾക്കാർക്കാണ് നമുക്ക് ഈ ബസ്സിൽ നമ്മൾ ഫസ്റ്റത്തേൽ പോകുന്നത്. ഏകദേശം 25 ആൾക്കാരോളം ആയിട്ടുണ്ട് നിലവിൽ. ഇനിയിപ്പോൾ ബാക്കി 20 ആൾക്കാർക്കാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ പക്ഷേ പ്രശ്നമില്ല, മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമുക്ക് അപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ 45 ആൾ എക്സ്ട്രാ നമ്മൾ വേറൊരു ബസ്സും കൂടി ആക്കാം. അപ്പോൾ തന്നെ ആക്കിയിട്ട് പോകും കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്തോട്ടോ നമ്പറിൽ. അപ്പോൾ നമ്മൾ വൈകുന്നേരം 5 മണിയാകാനായേ. അപ്പോൾ മയ്യ പോകാൻ വേണ്ടി കഴിഞ്ഞാന്ന് ഡാൻസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ടൗണിലേക്ക് പോകുന്നു. അപ്പോൾ കവി അത്യാവശ്യം ഡാൻസ് ചെയ്യും. ഋത്തിക്ക് നല്ല താല്പര്യമുണ്ട്. ഇപ്പൊ റിഷൂട്ടറിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പാട്ട് വെച്ച് ഇങ്ങനെ ഡാൻസ് ആക്കും. അപ്പോൾ മയ്യില് ഡാൻസിന്റെ ഒരു ക്ലാസ് ഇതാക്കി പറഞ്ഞു. അപ്പോൾ അവിടെ ഇവളോടെ റെഡി ആയി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല സപ്പോർട്ടാക്കി പോട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഋത്തിക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോകാം. നമുക്ക് അവിടുന്ന് എങ്ങനെയാണ് പരിപാടി, എങ്ങനെയാണ് ഒരു ഡാൻസ് പഠിപ്പിക്കുന്നത്, അറിയില്ല. നമുക്ക് പോയി നോക്കാം. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പഠിപ്പിക്കണോ, ഇവരെ പിള്ളേരെല്ലാം പഠിപ്പിക്കണോ എന്നുള്ളത്. പക്ഷേ നല്ല ഒരു ഇങ്ങനത്തെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്ന ആ ഒരു ഇതേടി നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് സതീശേട്ട പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമ്മളെ കൂടെ തന്നെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭാര്യയും കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൂ, ഞാനും ബിജുവേട്ടനും മറ്റേ സാധനം. ഇവനന്ന് നമ്മളിപ്പം കൊച്ചി പോയവരെ പറഞ്ഞ് എന്തായാലും നമ്മൾ പഠിക്കണം. അങ്ങനെ നീ പഠിക്കുന്നുണ്ടോ? അതെയാ, ഇന്ദ്രു പാടാ ഇറങ്ങടാ. കവിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ദ്രു ഓൾറെഡി നല്ല ഡാൻസർ ആണോ ചെയ്ത് നമ്മൾ കണ്ടിട്ട്. ഇന്ദ്രു എന്ന് പറഞ്ഞാല് ഡാൻസർ മാത്രമല്ല കേട്ടോ, നമ്മളെ വരുന്ന സിനിമകളിൽ അടിപൊളിയായിട്ടുള്ള വേഷം വരുന്നുണ്ടായ വെയിറ്റിംഗ്. വാ ഇന്ദ്രു, കൈപ്പോടെ തന്നെ നമ്മള് ഫുള്ളായിട്ട് പൊളിക്കൂലേ സിനിമക്ക്. ഞാനുണ്ടല്ലോ ആദ്യം പറയുമ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. നമ്മൾ മുന്നേ അറിയുന്നല്ലേ, നമ്മളെ നാട്ടിൽ തന്നെ ആട്ടോ, വീട്ടിൻ്റെ അടുത്താണ്. ഹായ്, പഠിക്കാൻ വരുന്നുണ്ടാ? മോളുണ്ടാ? ആ ഹായ്. എങ്ങനെയുണ്ട് ക്ലാസ്സിൽ? എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകണം. ഡാൻസ് പഠിപ്പ് മതിയാ. എൻ്റെ പേരെന്താ? ഷിജി. എവിടെയാ? പയ്യനൂരാ. ആഴ്ചക്ക് ഒരു ക്ലാസ്, ആ മാസത്തിന് 4 ക്ലാസ്. ഇവര് ഡാൻസിന്റെ. ഹായ് ഹായ് ബ്രോ. ഇവരെല്ലാരും ഡാൻസിന്റെ വലിയ താരങ്ങളായി മാറണേ. പിന്നെ എല്ലാവിധ ആശംസകളും. 3, 4, 5, 6, 7. ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ്
സജീഷ് ഒട്ടും അഭിനയിച്ചില്ല. ജീവിതം പകർത്തിയ ഒരു സാധനം ഇതട്ടോ. മറ്റ് ഇവന്റെ ഭാഗത്ത് ഇവൻ ഇങ്ങനെ വരും. നല്ല രസം കേട്ടാ. ഒട്ടും അഭിനയിച്ചില്ല. തോന്നിക്കര ട്രൈ ചെയ്യുമ്പോ കുട്ടി കുറച്ച് മൂത്ത് പോയി. ഒരു വർഷം ചെറുപ്പത്തിലേ. മുറുടെ പേരുന്നു ഗോകുൽ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഡാൻസ്. ശ്രീ മൂകാംബിക സ്കൂൾ ഓഫ് ഡാൻസ്. സ്കൂൾ ഓഫ് ഡാൻസ് എന്തെല്ലാം ഉണ്ട് ക്ലാസ്സിക്ക്? ഇത് ക്ലാസിക്കൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, പിന്നെ കലോത്സവത്തിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ സിനിമാറ്റിക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അത് സാറ്റർഡേ ആണ്. ബാക്കി ക്ലാസിക്കൽ ഐറ്റംസ് ഒക്കെ സൺഡേ ആണ് വരുന്ന ക്ലാസ്. നമ്മളെ പോലെ ഇവരൊക്കെ വലിയ ഡാൻസുകാരായി മാറട്ടെ. അതെ, അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് കളിക്കാൻ പറ്റട്ടെ. അല്ല വരുമ്പോ ഭയങ്കര ആവേശമായിരുന്നു. കളിച്ചാ ക്ഷീണം പിടിച്ചാ ക്ലാസ് വരുന്നത് സ്ഥലം. എന്താ ക്ലാസ്സിനെ പറ്റി പറയാനല്ലേ? ക്ലാസ് അടിപൊളിയല്ലേ. ഡാൻസ് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. പഠിച്ചെടുക്കാനാണെങ്കിൽ കുറെ എന്തെല്ലോ പഠിക്കാനുണ്ട്. ഒന്നും ഒറ്റയടിക്ക് ഒന്നും പഠിച്ചെടുക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ പറയുന്ന പോലെ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചാൽ തീരില്ല പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കും ഇത്. എന്നാലും കുറച്ച് സമയം ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്ത് ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് സംഭവമുണ്ട്, സ്റ്റെപ്പുകൾ. അതെല്ലാം ഒന്ന് നോക്കി. അതന്നെ ഭയങ്കര ടഫാന്ന് തോന്നിക്കി അല്ലേ? അതെന്ന് വെച്ചാലേ ഈ തല നമ്മളെ ഈ കൈയെല്ലാം ഇടത്തേക്കാലും വലത്തേക്കായാലും ഒരുമിച്ചിട്ട്, അപ്പോൾ രണ്ടും കൂടി തമ്മിലൊരു എന്താ പറയാ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതാകണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പാട്ടാ സ്റ്റാർട്ടിങ്ങിൽ. ഇനി പോകെ ഡാൻസിലേക്ക് വരും. ഞാൻ വിചാരിച്ചാൽ വന്നപാട് മറ്റേ സുട്ടുമ്പ രത്തൂടരെ വെച്ചിട്ട് ഡാൻസാന്ന് കരുതിയത്. പക്ഷെ അല്ല, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകുമെന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. വഴിയേ നമുക്ക് പഠിക്കാം. റെഡി? ഓക്കെ.